സർവം കൃഷ്ണാർപ്പണമസ്തു. ചിങ്ങത്തിലെ കാർത്തിക എൻ്റെ അമ്മമ്മയുടെ, അതായത് അമ്മേൻ്റെ അമ്മ ശാന്ത എന്നാണ് പേര്. അമ്മമ്മ ശരിക്കും ദേഹഭാരമൊക്കെ വെടിഞ്ഞ് ആത്മസ്വാതന്ത്ര്യത്തോടെ ഭഗവാൻ നാരായണനിലേക്ക് ചേർന്ന ദിവസമാണ് എനിക്ക് ചിങ്ങത്തിലെ കാർത്തിക. ഇതിപ്പോൾ 5 വർഷമായി കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുഴയോരത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി ബലിതർപ്പണവും ദാനവും ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അന്നത്തെ ദിവസം നല്ല തിരക്കാട്ടോ. കാരണം ശ്രീകൃഷ്ണ ജയന്തിൻ്റെ അന്നത്തെ അതേ ദിവസം തന്നെയാണ് എൻ്റെ ശാന്ത പോയത്. വലിയ കൃഷ്ണഭക്തി ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് നമുക്ക് വന്നിട്ട് 3 കിലോ കേക്ക് ഉണ്ടാക്കാനുണ്ട്. 3 കിലോ അല്ല, 4 കിലോ കേക്ക് ഉണ്ടായിരുന്നു. ഒന്ന് ഓൾറെഡി നമ്മൾ തലേരാത്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു 3 kg 1 kg 2 kg അങ്ങനെ. അപ്പോൾ ഒന്നിച്ച് ബാറ്ററൊക്കെ അടിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. സ്പഞ്ച് ചെയ്യുന്നതും എല്ലാം, ഐസിങ് ചെയ്യുന്നതും ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെയാണ് ഈ കേക്കുകളൊക്കെയും ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ചേർക്കുന്നത് മൈദ മാത്രമാണ്. അതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർക്കുന്നില്ല. ഗ്യാസ് സ്റ്റോപ്പിലും ഓവനിലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കേക്ക് ഒരു ബർത്ത്ഡേൻ്റെ ഓർഡറാണ്. പക്ഷേ വേറൊരു കേക്ക് ഞാൻ ചെയ്യുന്നത് നമ്മൾ അമ്മമ്മ മരിച്ചതിന് ശേഷം ആ ഒരു ദിവസം വരുമ്പോൾ എനിക്ക് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ മുൻപൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് അവരത് കൊടുത്തോളും എന്നുള്ള രീതിയിലായി. പിന്നെ എനിക്ക് സ്വന്തം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ശ്രീശൈലം എന്ന് പറഞ്ഞിട്ട് ആശാനികേതൻ, കുറച്ച് വ്യത്യസ്തരായ കഴിവുകളുള്ള കുറേ ആൾക്കാർ നിൽക്കുന്നൊരു സ്ഥലമാണത്. അപ്പോൾ നമ്മളെ കൊയിലാണ്ടിക്കാർക്കൊക്കെ അറിയാം, നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല, കൊയിലാണ്ടി അല്ലാത്തവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് നമ്മളെ കൈകൊണ്ടുണ്ടാക്കിയ കേക്കാണ്, ഹെൽത്തി കേക്കാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ 3 kg ആണ് കൊണ്ടുപോയത്. പക്ഷേ അത്രയും ആൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ കേക്ക് അധികം വന്നല്ലോ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം 2 kg ആണ് ചെയ്യുന്നത്. 2 kg കേക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ അവിടെ കൊണ്ടുപോയി നേരിട്ട് അവരെല്ലാം കണ്ട് അവരുടെ കൂടെ നല്ല രസമാണ് കേട്ടോ. ശരിക്കും അവരുടെ ലോകത്ത് പോകുമ്പോൾ നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കും. കുറച്ചൊന്ന് എന്താ പറയുക, യാഥാർത്ഥ്യം ഒരു സ്വപ്നലോകത്ത് ജീവിച്ച നമ്മളൊന്ന് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് പോലെ കേട്ടോ. അവരുടെ കൂടെയൊക്കെ ഇരിക്കുന്ന ചിലവഴിക്കുന്ന ഓരോ സമയവും എനിക്ക് അങ്ങനെയാണ് തോന്നുക. അതിനിടയ്ക്ക് ഇതാ നമ്മളെ കേക്കൊക്കെ നല്ല ഹൈറ്റിൽ, സ്റ്റൗ ടോപ്പിൽ വെച്ച കേക്ക് കണ്ടോ, അതിൻ്റെ കേക്ക് ടിന്നിൻ്റെ ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് കേക്ക് കിട്ടിയത് കേട്ടോ. ശരിക്കും ഞാൻ ആ റെസിപ്പി അന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ അന്നെന്തോ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോ ചെയ്യുമ്പോൾ മാത്രം എനിക്കിട്ട് പണി തരുന്നുണ്ട്. അതുകൊണ്ടാണേ. ഇതിപ്പോൾ 1 kgൻ്റെ ബാറ്ററാണ് നിങ്ങൾ ഈ കാണുന്നത്. എത്ര ലെയർ ഉണ്ടെന്ന് നോക്കിയേ, നല്ല സുഖമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്മമ്മ മരിച്ച ദിവസം കേക്ക് കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യാണോ? ശരിക്കുണ്ടല്ലോ, ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനസ്സിൽ എൻ്റെ 29 വർഷത്തോളം ഞാൻ അമ്മമ്മയുടെ ശരീരത്തെയല്ല സ്നേഹിച്ചത്, അമ്മമ്മേൻ്റെ ഒരു സോളാണ് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ 29 വർഷത്തോളം എനിക്കൊരു മനുഷ്യരൂപത്തിൽ ദൈവം എൻ്റെ അമ്മമ്മേനെ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ശരീരം മാത്രമേ കത്തി തീർന്നിട്ടുള്ളൂ. ബാക്കി ആ അമ്മമ്മ, ഞാൻ സ്നേഹിച്ച ആ ഒരു സ്നേഹവും ഊർജ്ജവും ഒക്കെ ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പോൾ അത് ദൈവത്തിലാണെന്ന് വിചാരിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തവർക്കാണെങ്കിലും ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തി ഉറപ്പായിട്ടും ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ച്, ഈ ഒരു ശരീരം നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ട് ഞാൻ എന്തിനാണ് വേദനിക്കുന്നത്? എനിക്ക് വേദനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇനിയും സ്നേഹിക്കാം. പക്ഷെ ആ തിരിച്ച് കിട്ടുന്ന സ്നേഹത്തെ ഞാൻ തന്നെ മനസ്സുകൊണ്ട് അത്രയും നിയന്ത്രിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മമ്മ തിരിച്ച് സ്നേഹിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. എൻ്റെ സ്നേഹത്തിൽ ഒരിക്കലും അമ്മമ്മ തിരിച്ചെന്നെ സ്നേഹിക്കുന്നത് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. അമ്മമ്മ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും എൻ്റെ ശ്വാസം പോലെ വിലപ്പെട്ട ഒന്നായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അമ്മമ്മേനെ പറ്റി പറയുമ്പോൾ 1000 നാവാണ്. പിന്നെ ഞാൻ ലോകം തന്നെ മറന്നു അതങ്ങനെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അമ്മമ്മ ഇപ്പോൾ ദൈവത്തിലേക്ക്, അതായത് മോക്ഷം കിട്ടാനാണ് ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ മോക്ഷം കിട്ടുക അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ചേരുക, അതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മമ്മേൻ്റെ ഏറ്റവും എന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് മരണം ദുഃഖമായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് എന്താ പറയുക, സാത്വികമായിട്ടാണോ എന്താ പറയുക ആ വാക്കിന്,
നമ്മൾ ഈ രാമായണത്തിലൊക്കെ വിശ്വസിക്കുന്നത് പ്രകാരം ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പണിഷ്മെൻ്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അവസാനിച്ച് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ ദൈവത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന പോലെയാണല്ലോ മരിച്ച വ്യക്തികളല്ല, ആ ആത്മാവ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാണ് ശരിക്കും വേണ്ടത്. എന്നെ സംബന്ധിച്ചാണ് അത് ദുഃഖം, പക്ഷെ എൻ്റെ അമ്മമ്മേനെ സംബന്ധിച്ച് അത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അമ്മമ്മയ്ക്ക് മോക്ഷം കിട്ടിയൊരു കാര്യം. അപ്പോൾ അത് ഒരു ബർത്ത്ഡേ പോലെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മറ്റേ ചിരാതിലൊക്കെ വിളക്ക് വെച്ച് അത് അങ്ങനെയാണ്. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നും, പക്ഷേ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനിടയ്ക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് കണ്ണൻ്റെ അമ്പലത്തിൽ പോയി കണ്ണന് മാല കെട്ടിക്കൊടുത്ത് അതെല്ലാം നിങ്ങൾ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് പിറ്റേന്നാണല്ലോ നമ്മൾ വീഡിയോ അപ്ലോഡ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഒരു ഗായിക പാടി തകർക്കുന്നുണ്ട്. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒട്ടും ഒരു ഡിസൈൻ വന്നില്ല കേട്ടോ. ഒരു ഡിസൈനും ആലോചിച്ചിട്ട് വന്നില്ല. നേരമാണെങ്കിൽ ഒരൊട്ടുമില്ല, തീരെ നേരമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ കൊടുത്ത കേക്കിന് മുകളിൽ മിക്സ് ചെയ്ത കുറച്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് റെയിൻബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ കളർ വെച്ച് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ ഞാനിന്ന് രാവിലെ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ഒരു ബസ്സിൻ്റെ പിൻഭാഗത്ത് സീനറിയിൽ ഒരു കണ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നേ. കണ്ണൻ്റെ ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു ചിത്രം. അത് കണ്ടപ്പോഴേ എനിക്കത് മനസ്സ് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കേക്കിൽ ആ ചിത്രം വരയ്ക്കാം. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ആ കണ്ണനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. പിന്നെ നമ്മൾ സിംഹത്തിൻ്റെ മടയിൽ പോയി സംഗീതം പഠിക്കാത്തതുകൊണ്ടേ ഈ ഡ്രോയിങ്ങിൻ്റെ എന്താ പറയുക നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ചിത്രം എങ്ങനെ വരയ്ക്കും പഠിച്ചില്ല. അതുകൊണ്ട് അനുപാതം കറക്റ്റല്ല, അത് കറക്റ്റല്ല, ഇത് കറക്റ്റല്ല എന്നൊന്നും ആരും പറയല്ലേ. ആ സാധനമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കും. പാട്ട് പാടിയില്ല, പക്ഷെ പാടിക്കൊണ്ടേയിരിക്കും. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടോയെന്ന് നമ്മൾ നോക്കില്ല. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു കണ്ണനായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നും, ഞാൻ ആ ബസ്സിൻ്റെ മുകളിൽ കണ്ടത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ട് ഈ കണ്ണനെ കണ്ടിട്ട് കണ്ണനായിട്ട് തോന്നുന്നുണ്ടോ? ആ ഓടക്കുഴലും പീലിയെങ്കിലും മാത്രം കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഉറപ്പായിട്ടും പറയണേ. അപ്പോൾ ഈ കേക്ക് നമ്മൾ നാളെ അവിടെ കൊടുത്തിട്ട് അവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ചെയ്യണോ? അത് വ്ളോഗ് പോലെ ആയിപ്പോവും അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കേക്കിൻ്റെ ഡെക്കറേഷൻ കാണാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം, കാണിക്കണ്ട അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും. ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാട്ടോ. ഖുറാനും ബൈബിളും എല്ലാം എന്താ പറയുക അത്രത്തോളം ബഹുമാനത്തോടെ ആരാധിക്കുന്ന ഒരു ആളാണ്. രാമായണം പോലെ തന്നെ എനിക്ക് എല്ലാ ദൈവത്തിനെയും ഭയങ്കര വിശ്വാസമാണ്. എല്ലാ മതത്തിലും എല്ലാ കൂട്ടുകെട്ടും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കുന്നുണ്ട്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ പറയാൻ മറന്നോ അല്ലേ? എൻ്റെ അമ്മമ്മേൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് ഞാൻ. ടാറ്റ.